നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാർ, പ്രത്യേകിച്ചും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. പ്രധാനമായും പശ്ചിമ ബംഗാളിലും അതുവഴി അസാമിലേക്കുമാണ് ഇവർ കടക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട്. പ്രധാനമായും ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ 4096 കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് പങ്കിടുന്നത്. ഇതിൻ്റെ വലിയൊരു ഭാഗം പശ്ചിമ ബംഗാളിലൂടെ കടന്നു പോകുന്നു. നദീതീരങ്ങളും ചതുപ്പ് നിലങ്ങളും വനമേഖലകളും നിറഞ്ഞ ഈ അതിർത്തി പൂർണ്ണമായി വേലികെട്ടി തിരിക്കുവാനോ നിരീക്ഷിക്കാനോ സാധിക്കാത്തത്ര ദുർബലമാണ്. കുടിയേറ്റം സുഗമമാക്കുന്നതിൽ ഏജന്റുമാരുടെയും മനുഷ്യക്കടത്ത് ശൃംഖലയുടെയും പങ്ക് നിർണായകമാണ്. അതിർത്തി കടന്നു പോകുന്നതിന് ഇവർ കുടിയേറ്റക്കാരിൽ നിന്ന് പണം ഈടാക്കുകയും ഇന്ത്യയിലെത്തിയ ശേഷം വ്യാജ ആധാർ കാർഡുകളും മറ്റ് രേഖകളും നിർമ്മിച്ച് സ്ഥിരതാമസത്തിന് സഹായിക്കുകയും ചെയ്യുന്നു. പശ്ചിമ ബംഗാളിൽ ബംഗാളി ഭാഷയും സംസ്കാരവുമായുള്ള സാമ്യം കാരണം കുടിയേറ്റക്കാർക്ക് അവിടുത്തെ സമൂഹത്തിൽ പെട്ടെന്ന് ലയിച്ചു ചേരാൻ സാധിക്കും. അതിർത്തി കടന്ന് പശ്ചിമ ബംഗാളിൽ എത്തുന്ന കുടിയേറ്റക്കാർ പിന്നീട് റെയിൽ മാർഗവും റോഡ് മാർഗവും ഉപയോഗിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നു. അസമിൽ പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളും റിസർവ് വനഭൂമികളും എളുപ്പത്തിൽ കയ്യേറി കൃഷി ചെയ്യുവാനും താമസിക്കാനും സാധിക്കുന്ന സ്ഥലങ്ങളായതിനാൽ നിരവധി പേർ അവിടേക്ക് എത്തുന്നു. ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ചും ബംഗാളിൽ, വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമാക്കി രാഷ്ട്രീയക്കാരുടെ പിന്തുണയും ലഭിക്കുന്നത് ഈ അനധികൃത കുടിയേറ്റ പ്രവാഹത്തിന് ആക്കം കൂട്ടുന്നു. ഈ ഘടകങ്ങളെല്ലാം ചേർന്നാണ് അനധികൃത കുടിയേറ്റം കാലാകാലങ്ങളായി ഒരു തുടർ പ്രക്രിയയായി നിലനിർത്തുന്നത്. എന്നാൽ അസമിൽ, പ്രത്യേകിച്ചും ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ ശേഷം സംരക്ഷിത വനഭൂമിയിലെ ഈ അനധികൃത ബംഗ്ലാദേശി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനായുള്ള നടപടികൾ തീവ്രഗതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നാഗോൺ ജില്ലയിലെ ലുട്ടിമാരി മേഖലയിൽ ഏകദേശം 795 ഹെക്ടർ സംരക്ഷിത വനഭൂമിയിൽ നിന്ന് 1500-ലധികം അനധികൃത ബംഗ്ലാദേശി കുടുംബങ്ങളെയാണ് ഏറ്റവും ഒടുവിൽ ഒഴിപ്പിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെ തുടങ്ങിയ ഈ നടപടി കനത്ത സുരക്ഷാ സന്നാഹങ്ങളുടെ അകമ്പടിയോടെയാണ് നടപ്പാക്കിയത്. കയ്യേറ്റം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് 3 മാസം മുൻപ് തന്നെ ഒഴിഞ്ഞു പോകുവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു. കുടുംബങ്ങളുടെ അപേക്ഷ പ്രകാരം ഒഴിപ്പിക്കൽ കാലാവധി നീട്ടി നൽകിയിരുന്നുവെന്നും അധികൃതർ പറയുന്നു. ഏകദേശം 1100-ലധികം കുടിയേറ്റ കുടുംബങ്ങൾ ഇതിനകം തന്നെ വീടുകൾ പൊളിച്ച് സാധനങ്ങളുമായി സ്ഥലം വിട്ടുവെങ്കിലും ബാക്കിയുള്ള താമസ സ്ഥലങ്ങൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കേണ്ടി വന്നു. ഒരു വലിയ ഭൂപ്രദേശത്ത് നിന്നുള്ള 1441 അനധികൃത നിർമ്മിതികൾ ഒറ്റയടിക്ക് നീക്കം ചെയ്തു എന്നാണ് ജില്ലാ അധികൃതർ നൽകുന്ന വിശദീകരണം. കുടിയൊഴിപ്പിക്കൽ നടപടിക്ക് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയ പരസ്യ പിന്തുണ ഈ വിഷയത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബുൾഡോസർ നടപടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ട്വീറ്റ് വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അസം സർക്കാർ ആരംഭിച്ച നിരവധി കുടിയൊഴിപ്പിക്കൽ ഡ്രൈവുകളിൽ ഏറ്റവും പുതിയതാണിത്. കഴിഞ്ഞ ദശകങ്ങളിൽ, പ്രത്യേകിച്ച് 2021-ൽ ഹിമന്ത ബിശ്വ ശർമ്മ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ഇത്തരം നടപടികൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. വനഭൂമി സംരക്ഷിക്കുക എന്നതിനൊപ്പം അനധികൃത കുടിയേറ്റക്കാരെ ഓടിക്കുക എന്ന ലക്ഷ്യവും ഇത്തരം നടപടികൾക്കുണ്ട്. ഈ മാസം ആദ്യം ഗോൾപാറ ജില്ലയിൽ നടന്ന നടപടിയിൽ 580 കുടിയേറ്റ കുടുംബങ്ങളെയാണ് ഓടിച്ചുവിട്ടത്. പരിസ്ഥിതി സംരക്ഷിക്കുകയും വനഭൂമിയുടെ കയ്യേറ്റങ്ങൾ തടയുകയും ഒപ്പം രാജ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഏതൊരു സർക്കാരിൻ്റെയും ഉത്തരവാദിത്തം തന്നെയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.